ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജിന് ചുറ്റും ഉള്ള സ്പേസിൽ നമ്മൾ വേറൊരു ചാർജിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കുളുംസ് ഇൻട്രാക്ഷൻ ഈ ചാർജിന് ഈ കൊണ്ടുവരുന്ന ചാർജുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും, ഐദർ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. സോ ഈ ഇൻറ്ററാക്ഷൻ ഈ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ചാർജിൽ നിന്നും കൊണ്ടുവരുന്ന ചാർജിൻ്റെ ഈ രണ്ട് ചാർജിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് അതിങ്ങനെ കൂടും തോറും ഇതിനിടയിൽ വരുന്ന ഫോഴ്സ്, അട്രാക്ഷൻ ആവട്ടെ റിപ്പൾഷൻ ആവട്ടെ, ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. ബിക്കോസ് നമുക്കറിയാം വാട്ട് ഇഫ് ദ എക്സ്പ്രഷൻ ഫോർ കൂളംസ് ഫോഴ്സ് F is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. So ഇവിടെ R ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് R. ഈ ആറിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇവിടെ സ്ക്വയർ വന്നിട്ടുള്ള കാരണം ദിസ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് ദ പവർ ഓഫ് 2. അത് പവർ 2 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിക്രീസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ R എത്ര കൂടിയാലും ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ F ഒരിക്കലും എന്താവില്ല, സീറോ ആവില്ല. ഇറ്റ് വെൻ R ബിക്കംസ് വെരി ലാർജ് ക്വാണ്ടിറ്റി ദിസ് ഫോഴ്സ് ടെൻസ് ടു സീറോ. F സീറോനോട് അടുക്കും, കാരണം ഈ ഡിസ്റ്റൻസ് കൂടും തോറും ഈ രണ്ട് ചാർജുകൾക്കും ഇടയിൽ വരുന്ന ഫോഴ്സ് കുറയും. അത് സീറോനോട് അടുക്കുമെങ്കിലും നെവർ ബിക്കംസ് സീറോ. അപ്പോൾ ഏതൊരു ചാർജിന് ചുറ്റുമുള്ള സ്പേസിലും നമ്മൾ വേറൊരു ചാർജിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഇലക്ട്രിക്കലി ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ദിസ് സ്പേസ് അറൗണ്ട് എ ചാർജ് വിത്തിൻ ഇറ്റ് ക്യാൻ ഇൻറ്ററാക്ട് എനി അതർ ചാർജ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഫീൽഡ്. ഐ റിപ്പീറ്റ്, the space around the charge within it can interact any charge electrically if known as electric field. ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസിൽ, ആ സ്പേസിൽ നമ്മൾ വേറൊരു ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇവർ രണ്ട് പേർക്കും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ഈ സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കൺസിഡർ എ ചാർജ്. Let it be a positive charge plus Q. ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് സ്പേസ് ഉണ്ട്. അത് ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ളൊരു സ്പേസ് ആയിരിക്കും. കാരണം എത്ര ഡിസ്റ്റൻസിൽ ചാർജ് വെച്ചാലും അതിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോഴ്സ് നെഗ്ലിജിബിൾ ആവാൻ തുടങ്ങും. സോ ആ ഫോഴ്സ് അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് വോളിയം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഫോഴ്സ് ഉണ്ടായിരിക്കും, അതിന് പുറത്തോട്ടേക്ക് ഫോഴ്സ് കുറയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാനും ഫണ്ണും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ബിക്കോസ് വാട്ട് ഇഫ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഫോഴ്സ് F is equal to Gm1m2 divided by R square. ഈവൻ ദോ ആ ആറിൻ്റെ വാല്യൂ ലാർജർ ആണെങ്കിലും കൂടി ഫണ്ണിനെ എന്നെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെവറൽ ലൈറ്റ് ഇയേഴ്സ് അവേ ഉള്ള ഒരു നെബുലയ്ക്കോ ഒരു ഗാലക്സിക്കോ എൻ്റെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ആ ഫോഴ്സിൻ്റെ വാല്യൂ ഒക്കെ വളരെ കുറവായിരിക്കും. സോ ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസിനുള്ളിൽ വരുമ്പോൾ മാത്രമേ ഈ ഫോഴ്സ് എന്താവുള്ളൂ, ഒരു അപ്രീഷിയബിൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു വാല്യൂ ആയിട്ട് വരും. എത്ര ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞ് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 0.000 അങ്ങനത്തെ ഒരു വാല്യൂ ആയിട്ടാണ് നമുക്ക് വരും. സോ അത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. സോ ഇങ്ങനെ ഒരു അപ്പോൾ ഈ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ the force will be appreciable or not tends to 0 ആയിരിക്കില്ല ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഈ ചാർജിൽ നിന്നുമുള്ള ഈ ഡിസ്റ്റൻസ് മാറും തോറും കൊണ്ടുവരുന്ന ചാർജിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും, വേരി ചെയ്യും. നമുക്കിപ്പോൾ ഈ ഫീൽഡിലത്തെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. സോ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? രണ്ട് തരത്തിലാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതായത് ഈ സ്പേസിനുള്ളിലത്തെ ഒരു ഡെഫിനിറ്റ് പോയിന്റിലത്തെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സെക്കൻഡ് വൺ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡിനുള്ളിലത്തെ ഒരു ഗിവൺ പോയിന്റിലത്തെ രണ്ട് പ്രോപ്പർട്ടീസാണ്, അതിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന രണ്ട് പ്രോപ്പർട്ടീസാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, സെക്കൻഡ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ, പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇൻറ്റൻസിറ്റി ആദ്യം ഞാനതൊരു ഫിഗർ വരച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ തന്നെ കൺസിഡർ എ ചാർജ് പ്ലസ് ക്യൂ തന്നെ വരണം എന്നൊരു നിർബന്ധമില്ല, വേണമെങ്കിൽ മൈനസ് ക്യൂ ഒക്കെ ആവാം. പക്ഷേ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ചാർജിനാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുള്ളൂ. ഇതിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ ഒരു പോയിൻ്റ് ഉണ്ട് പി. ഈ ഫീൽഡിലത്തെ, അപ്പോൾ ഈ ചാർജിന് ചുറ്റുമുള്ള വോളിയം മൊത്തം എന്തായിരിക്കും? ഇതിൻ്റെ ഫീൽഡായിരിക്കും. അപ്പോൾ ഈ ഫീൽഡിലത്തെ ഈ പോയിൻ്റ് പിയിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പോയിന്റിലോട്ടേക്ക് ഒരു +1 കുളുംബ് ചാർജിനെ കൊണ്ടുവരുന്നു. +1 കുളുംബ് ചാർജ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണു? നമ്മൾ അവർക്കിടയിലുള്ള ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്യുന്നു. ആ ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ അതിനെ നമ്മൾ ഇ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. വെക്റ്റർ ആയ കാരണം ലെറ്റ് പുട്ട് എ വെക്റ്റർ നൊട്ടേഷൻ. സോ ഇ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി കുളുംബ് ലോ വെച്ചിട്ട് ഈ പ്ലസ് ക്യൂവും ഈ +1 കുളുംബ്, ഈ +1 കുളുംബിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുക. അതായത് നമ്മൾ ടെസ്റ്റിനായിട്ട് എടുക്കുന്ന ചാർജാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഫീൽഡിനെ കുറിച്ചായാലും പൊട്ടൻഷ്യലിനെ കുറിച്ചായാലും എന്ത് വന്നാലും നമ്മൾ അതിന് പഠിക്കാൻ വേണ്ടി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഈ ചാർജിനെയാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ചാർജ് ഈസ് ഓൾവേസ് +1 കുളുംബ്. എപ്പോഴും അതെന്തായിരിക്കും? +1 കുളുംബായിരിക്കും. സോ ഇ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0 Q. ഓക്കെ, സെക്കൻഡ് ചാർജിൻ്റെ വാല്യൂ എത്ര? Q1 Q2 ഡിവൈഡഡ് ബൈ R² അല്ലേ? സെക്കൻഡ് ചാർജ് +1 കുളുംബ്. സോ ഇൻറ്റു 1, സോ ആ 1 ഇടേണ്ട ആവശ്യമില്ല, ഡിവൈഡഡ് ബൈ R². ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു എക്സ്പ്രഷൻ ആൻഡ് R⁻, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1/4πε0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ വരുന്നത് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ചാർജ്. ഈ ചാർജിൻ്റെ ഫീൽഡിനെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് വൺ, ഈ ചാർജിന് ചുറ്റുമുള്ള ഫീൽഡിലത്തെ ഏത് പോയിന്റിലാണോ നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്, ആ പോയിന്റും ഈ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ക്യൂവിനെയും ആറിനെയും മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ സ്പേസിനെയും ഈ ചാർജിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൊണ്ടുവരുന്ന ചാർജിന് ഇതിൽ യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഇല്ല. കാരണം അത് ടെസ്റ്റ് ചാർജാണ്. അതിൻ്റെ വാല്യൂ 1 ആയിട്ടുള്ള കാരണം ഇറ്റ് ഹാവ് നോ ഡിപ്പെൻഡൻസ് ഓൺ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഈ ടെസ്റ്റ് ചാർജും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ചാർജും തമ്മിലുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. സോ എങ്ങനെ നമുക്ക് ഇതൊരു ഡെഫിനിഷൻ വൈസായിട്ട് നമുക്ക് പറയാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് in a field of a given charge if the force experienced by a unit positive charge or test charge when placed at that point. ഒരു ചാർജിന് ചുറ്റുമുള്ള ഫീൽഡിലത്തെ ഒരു ഗിവൺ പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിൽ വെച്ചിരിക്കുന്ന ടെസ്റ്റ് ചാർജിന്മേൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഐ റിപ്പീറ്റ്, ഒരു പ്രാവശ്യം കൂടി ഡെഫിനേഷൻ ഞാൻ പറയാണ്, നിങ്ങളത് നോട്ട് ചെയ്തെടുക്കുക. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ആദ്യം പറയണത് എവിടുത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ആരുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ എ ഫീൽഡ് ഓഫ് എ ഗിവൺ ചാർജ് ഇഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ടെസ്റ്റ് ചാർജ്, ബ്രാക്കറ്റിൽ എഴുതാം +1 കുളുംബ് ചാർജ്, placed at that point, and the electric field intensity only depend on the taken charge
and the distance between the charge and the point. Okay, so നമുക്കറിയാം ഇനി നമ്മൾ എന്താണ് +1 കുളുംബ് ചാർജ് അല്ല നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് +1 കുളുംബ് ചാർജ് കിട്ടിയില്ല, വേറൊരു ചാർജ് ക്യൂ, സ്മോൾ ക്യൂ ചാർജാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം, മാഗ്നിറ്റ്യൂഡ് വേണ്ട, ഓക്കെ, ഡയറക്ഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് എന്തായിരിക്കും? 1/4πε0 q ഡിവൈഡഡ് ബൈ r². ശരിയല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂവിനെ, സ്മോൾ ക്യൂവിനെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവരിക. സോ എഫ് ഡിവൈഡഡ് ബൈ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ r². ഇതെന്താണ് ക്വാണ്ടിറ്റി? കുറച്ച് നമ്മൾ നേരത്തെ എഴുതിയ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ. അപ്പോൾ എപ്പോഴും ഡെഫ് ചാർജ് വേണമെന്നില്ല, നമ്മൾ ഒരു ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുക. അതിനുശേഷം ഫോഴ്സ് ബൈ ചാർജ്, കൊണ്ടുവന്ന ചാർജിനെ കൊണ്ട് ആ ഫോഴ്സിനെ എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ക്യൂ ചാർജുമുള്ള ഫോഴ്സാണ് ക്യാപിറ്റൽ എഫ്. അപ്പോൾ ബൈ ക്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കുളുംബുള്ള ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതിലെഴുതാം, കൺസിഡർ എ ചാർജ് പ്ലസ് ക്യൂ and a point capital P in its field as shown in the figure, and we place a charge. അപ്പോൾ എപ്പോഴും +1 കുളുംബ് ചാർജ് വേണ്ട, നമ്മൾ ജനറൽ ആയിട്ട് എഴുതാം. ആ ഡെഫിനിഷൻ്റെ താഴെ എഴുതേണ്ട കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. and we place a charge small q at that point P. Then according to Coulomb's law, the force is F, which is equal to 1/4πε0 q by r² into r cap. Therefore F by Q, which is equal to 1/4πε0 Q by r² r cap equal to E. ഇതാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ. എന്തിനാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പഠിക്കും, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക, എന്തിനാണ് ഈ സാധനം പഠിച്ചിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് ഈ ചാർജിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ, അതായത് പ്ലസ് ക്യൂവിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ, ഈ പോയിൻ്റ് പി ഈ ക്യൂവിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണോ ഇരിക്കുന്നതെന്നോ നമുക്ക് അറിയില്ല എന്നിരിക്കട്ടെ. ഓക്കെ, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു ചാർജ് സ്മോൾ ക്യൂ കൊണ്ടുവന്ന് വെച്ചു. നമുക്കിതിൻ്റെ ഈ പോയിൻറ്റിലത്തെ ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് അറിയാം. ഓക്കെ, പക്ഷേ ഈ ഡിസ്റ്റൻസ് ആറോ പ്ലസ് ക്യൂവോ അറിയില്ല എന്നുള്ളൊരു കണ്ടീഷൻ, ഒരു എന്താണ്, ഒരു ഇൻസ്റ്റൻസ്, അങ്ങനെ ഒരു സന്ദർഭം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. സോ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിൻറ്റ് എക്സ്പീരിയൻസ് ഓൺ ദാറ്റ് ചാർജ് സ്മോൾ ക്യൂ. ഈ ക്യൂമ വന്നിട്ടുള്ള ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, വി നോ ദാറ്റ് എഫ് ബൈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ഇ, റൈറ്റ്? സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഇത്രയേ ഉള്ളൂ. സോ ഈ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ചാർജിനെ കൊണ്ട് ആ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർജിന്മേൽ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഫോഴ്സ് നമ്മൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇതേപോലെ തന്നെ നമ്മൾ Q1, Q2, Q3, Q4, Q5 എക്സെട്ര അങ്ങനെ ന്യൂമറസ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പോയിൻ്റ് പിയും നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോയിൻ്റ് പിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇതേപോലെ സ്മോൾ ക്യൂ ചാർജ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചാർജും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും ആ ചാർജിൻ്റെ ക്വാണ്ടിറ്റിയും കണ്ട് കുളുംബ് ലോ വെച്ച് ആ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്റ്റർ അഡീഷൻ വെച്ചിട്ട് വേണ്ടി വരും നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. പകരം നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും വിധേന നമ്മൾ ഈ പോയിൻ്റ് പിയിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കൊണ്ടുവന്ന ചാർജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് റിസൾട്ടൻ്റ് ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്
ഈ ഫീൽഡിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഫോഴ്സ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. ശരിയല്ലേ? ചിലപ്പോൾ ഈൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ക്യൂ ഇൻറ്റു ഇ എന്ന് പറയുമ്പോൾ ചെറിയ ഫോഴ്സാണ് വരിക. ഈൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ വലിയ ഫോഴ്സാണ് വരിക. സോ ആ ഈൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന ചാർജിന്മേ അത് സ്ട്രോങ് ആയിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, വീക്ക് ആയിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാൻ നമുക്ക് പറ്റും. പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ ദിസ് ഈസ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദീസ് ആർ ദ ഇക്വേഷൻസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസിനെ കുറിച്ചും അതിനുശേഷം ഫ്ലക്സും കുറിച്ചാണ്. അതിനുശേഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ഗൗസസ് ലോ. അതിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ടേക്ക് പോവാം. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നിങ്ങൾ 10th മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. അതായത് ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് അതിന് ചുറ്റും നമ്മൾ കോമ്പസ്, വടക്ക് നോക്കിയ യന്ത്രം കോമ്പസ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ആ കോമ്പസ് നീഡിലിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫീൽഡ് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യും, അതിന് ചുറ്റും വരയ്ക്കും. അല്ലെങ്കിൽ ഈ ബാർ മാഗ്നറ്റ് നമ്മൾ താഴെ വെച്ച് ഇതിന് മുകളിലായിട്ടൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ അയൺ ഫില്ലിങ്സ്, അയണിൻ്റെ ഇരുമ്പിൻ്റെ തരി നമ്മൾ ഇട്ടിട്ട് ശേഷം നമ്മൾ ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പിൽ ഇതിന് ചുറ്റും ഈ അയൺ ഫില്ലിങ്സ് അലൈൻ ചെയ്യും. സോ അതൊക്കെ ഓക്കെ. ബട്ട് വാട്ട് ആർ ദീസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻഡ് അനലോഗസ് ടു വാട്ട് ആർ ദീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് അതേപോലെ അനലോഗസ് ആയിട്ടുള്ള ആളാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. കുറച്ചല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെയാണ് ചാർജുകൾ മോണോപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അത് പ്ലസ് ചാർജും മൈനസ് ചാർജായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ നമുക്കൊരിക്കലും ഒരു മോണോപോൾ മാഗ്നറ്റ്, അതായത് നോർത്ത് പോളിലും സൗത്ത് പോളിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു മാഗ്നറ്റ് എടുത്ത് നമ്മൾ പീസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഓരോ ഇൻഡിവിജ്വൽ മാഗ്നറ്റായിട്ട് മാറും. രണ്ടിനും നോർത്ത് പോളും സൗത്ത് പോളും എക്സിസ്റ്റ് ചെയ്യും. സോ ആ ഒരു ഈ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ വരുന്ന ഡിഫറൻസസ് ആണ്, ഐ റിപ്പീറ്റ്, ദ ഡിഫറൻസസ്, അതാണ് ഈ ചാർജിനെയും മാഗ്നറ്റിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്. സോ നമുക്കിപ്പോൾ മാഗ്നറ്റിൻ്റെ ചാപ്റ്ററിലേക്കല്ല, നമുക്ക് ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ വാട്ട് ആർ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? Electric field lines are imaginary lines. I repeat, the imaginary lines which helps us to predict the nature and the magnitude of the electrostatic force at any given point around a charge or at a point in between a collection of charge. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസാണ്. ഈ ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ ലൈൻസ് ഒന്നുമില്ല. ഒരു ചാർജൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഈ ലൈൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ ലൈൻസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും അതിന് ചുറ്റുമുള്ള ഫീൽഡിലത്തെ ഒരു പോയിന്റിലത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷനും നേച്ചറും, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്നുള്ളത്. സോ ഏതെങ്കിലും ഒരു പോയിന്റിലത്തെ ആ ഫോഴ്സിൻ്റെ നേച്ചർ, ഐ മീൻ ദ ഡയറക്ഷൻ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ്, അതായത് ആ ഫോഴ്സ് സ്ട്രോങ് ആണോ വീക്ക് ആണോ, അല്ലാണ്ട് ന്യൂമറിക്കൽ അല്ല ഉദ്ദേശിക്കുന്നത്, സ്ട്രോങ്ങർ ആയിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് അതോ വീക്കർ ആയിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻസ് തരുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ ഐ റിപ്പീറ്റ്, അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ദ ഇമാജിനറി ലൈൻസ് വിച്ച് ഗിവ്സ് us the informations about the nature and the magnitude of electrostatic force at a given point in the field. ഒരു ഫീൽഡിലത്തെ ഒരു പോയിന്റിലത്തെ ഫോഴ്സിൻ്റെ നേച്ചറും മാഗ്നിറ്റ്യൂഡും തരുന്ന ഇമാജിനറി ലൈൻസാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നേച്ചർ, അല്ല എങ്ങനെയാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത്? ആദ്യം അതിനെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സോ നമ്മളൊരു പ്ലസ് ക്യൂ ചാർജ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ എടുത്ത് വയ്ക്കുക. നമ്മളെപ്പോഴും എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യുന്ന ചാർജാണ് ടെസ്റ്റ് ചാർജ്. സോ നമ്മൾ
ഒരു ടെസ്റ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 കുളുംബ് ചാർജ്. അപ്പോൾ ടെസ്റ്റ് ചാർജ് ഞാൻ ടി എന്നുള്ള ലെറ്റർ വെച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇവിടേക്ക് ഞാൻ കൊണ്ടുവന്നു. സോ ഇതും പ്ലസ് ചാർജാണ്, ഇതും പ്ലസ് ചാർജാണ്, +1 കുളുംബല്ലേ. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൾഷൻ ഫോഴ്സ് ആയിരിക്കും. കാരണം സെയിം ഫോഴ്സസ് സെയിം ചാർജസ് റിപ്പൽ. സോ എന്തുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിനെ ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? പുഷ് ചെയ്ത് നീക്കും. ആ പുഷ് ചെയ്യുന്ന ഡയറക്ഷനെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഒരു ലൈൻ അയച്ച് വരയ്ക്കാം. സിമിലർലി ഈ പോയിന്റിലും നമ്മൾ വരയ്ക്കുക, ഇവിടെയും വരയ്ക്കുക. ഓരോ പോയിന്റിലും വയ്ക്കുക. ആ ഡയറക്ഷൻ നോക്കി നമ്മൾ എന്ത് ചെയ്യുക? ആ ഫീൽഡ് ലൈൻസ് നമ്മൾ ആ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമ്മൾ വരയ്ക്കുക. ഇതാണ് ദ ഫീൽഡ് ലൈൻസ് ഓഫ് എ ഇൻഡിവിജ്വൽ പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ? വാട്ട് അബൌട്ട് എ നെഗറ്റീവ് ചാർജ്? ഒരു നെഗറ്റീവ് ചാർജ് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി നമ്മളൊരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്, ഈ ചാർജ് നെഗറ്റീവാണ്. ഇതിനെ ഇത് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. സോ ഉള്ളിലോട്ടേക്ക് പുള്ള് ചെയ്യാണ് ചെയ്യുക. സോ ആ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ. സോ ഇതാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇത് ഞാൻ എല്ലാതും ഒരുമിച്ച് ഞാൻ വരയ്ക്കുന്നില്ല. ഓരോ പിക്ചറും നിങ്ങളുടെ നോട്ട്സിലേക്ക് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ പിക്ചറും നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് റീട്രൈഫ് ചെയ്യുക. ഇനി വാട്ട് അബൌട്ട് എ ഡൈപോൾ? വാട്ട് ഇസ് മെൻ ബൈ ഡൈപോൾ? സെയിം മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് ഓപ്പോസിറ്റ് ചാർജസ്, അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, അതായത് ഇൻ കുളുംബ് രണ്ടിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കണം. പക്ഷേ ഒരാൾ പോസിറ്റീവ് ആയിരിക്കണം, ഒരാൾ നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഡൈപോൾ, ആ ഒരു സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് ഈ രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടായിരിക്കും. ഇതിനാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഒരു ഡൈപോളിന് ചുറ്റുമുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് അപ്പോൾ എങ്ങനെയായിരിക്കും? സോ നമ്മളിവിടെ എന്ത് ചെയ്യുക? നമ്മളൊരു +Q ചാർജും ഒരു -Q ചാർജും നമ്മൾ എടുക്കുക. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ നമ്മൾ ഈ ടെസ്റ്റ് ചാർജ് നമ്മൾ വെച്ച് നോക്കുക. സോ ഇവിടെ നോക്കി നമ്മൾ ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും, ഇതിങ്ങോട്ടേക്ക് പുള്ള് ചെയ്യും. സോ ദ ഫീൽഡ് ലൈൻസ് ലൈക്ക് ദിസ്. ഇവിടെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? പുഷ് ചെയ്യും. ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ നെറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. അങ്ങനെ ഇവിടെ നിന്നും നമ്മൾ ഈ ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. ഓക്കെ. ഒരു കർവേഷ്യസ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻസ് ആവില്ല, ചെറിയൊരു വളവുണ്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ അതിൻ്റെ പുഷ് ചെയ്യാനും പുള്ളി ചെയ്യാനും അടുത്തടുത്ത ആൾക്കാരുള്ള കാരണം ഒരു ഡീവിയേഷൻ, ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരിക്കും. സോറി, എ ഗ്രേറ്റ് റോങ്. വലിയൊരു ഫോൾട്ട് ഇവിടെ സംഭവിച്ചു. ഇത് അട്രാക്ഷൻ അല്ലേ, അപ്പോൾ ഇതിങ്ങനെ വരാം. സോറി. ഇതാണ് ഒരു ഡൈപോളിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നേച്ചർ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് പോലെ ഇല്ലെന്ന്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ചെറിയ പ്രശ്നമുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേക്ക് എ സോളിനോയിഡ് വെച്ചിട്ടൊക്കെയാവും നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കുക. ഒരു സോളിനോയിഡ് ചുറ്റും നിങ്ങൾ ഇതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയി ആ പോയിന്റിൽ വന്ന് എന്ത് ചെയ്യും? അവസാനിക്കും. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് ലൂപ്പ്. ആ ലൂപ്പ് കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ ലൂപ്പ് കംപ്ലീറ്റ് അല്ല. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് എൻഡ് ചെയ്തു. ഈ ഫീൽഡ് ലൈൻസ് പിന്നെ ഇങ്ങനെ വരുന്നില്ല, പിന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോയിന്റ് ആയിരിക്കും, എൻഡ് ചെയ്യുന്നത് വേറൊരു പോയിന്റ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോട്ട് ക്ലോസ്ഡ് ലൂപ്പ്, ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് ലൂപ്പ്. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെയായിരിക്കും ഫീൽഡ് ലൈൻ വന്ന് അവസാനിക്കുക. ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. സോ കം ടു ദ പോയിന്റ്. സോ ഇതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും ഡൈപോളിനും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചു. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓരോന്നും ഞാൻ പറഞ്ഞതിന് ശേഷം എന്താണെന്നുള്ളത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജിലോട്ടേക്ക് അത് എൻഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഫീൽഡ് ലൈൻസ് ടെർമിനേറ്റ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടിങ് ബോഡി. ഇൻഡക്ഷൻ വഴിയോ ബൈ കോണ്ടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ ബൈ ഫ്രിക്ഷൻ വഴിയോ ഒരു കണ്ടക്ടിങ് സ്പിയറിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചാർജ് ചെയ്യിപ്പിക്കുക. അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും, ഇതേപോലെ തന്നെ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഫീൽഡ് ലൈൻസ് അതിൻ്റെ സർഫസിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സർഫസിൽ വന്നിട്ട് ഈ ഫീൽഡ് ലൈൻസ് അവസാനിക്കും. അതിനുള്ളിലോട്ടേക്ക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ വരുമ്പോഴാണ് പഠിക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു പോസിറ്റീവ് ചാർജ് എങ്ങനെയെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ആ ചാർജ് അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. അതിനെ അട്രാക്ട് ചെയ്യാനും പറ്റില്ല, റിപ്പൽ ചെയ്യാനും ഈ സ്പിയറിന് പറ്റില്ല. സോ അത് ഫ്രീ സ്പേസിൽ ഇരിക്കുന്നത് പോലെ ഈസി ആയിട്ട് ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യാതെ അതിന് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉള്ളിൽ ഫീൽഡ് ലൈൻസ് ഇല്ല, അതിൻ്റെ പുറത്ത് മാത്രമാണ് ഫീൽഡ് ലൈൻസ് ഉള്ളത്. സോ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. In a charged conducting body, inside it there is no electric field lines. In a charged conducting body, inside it there is no field lines. ഒരു കണ്ടക്ടിങ് ബോഡിയുടെ ഉള്ളിൽ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കുന്നതല്ല. തേർഡ് വൺ, ടു ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. കാരണം ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെയും ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെയുമാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്താ മീൻ ചെയ്യുന്നത്, ഈ ഫീൽഡ് ലൈൻസ് എന്താ മീൻ ചെയ്യുന്നത്, ടെസ്റ്റ് ചാർജിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ്, അത് ട്രേസ് ചെയ്യുന്ന പാത്താണ്. സോ നമ്മൾ ഇവിടെയാണ് ആ ടെസ്റ്റ് ചാർജ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. വാട്ട് അബൌട്ട് ദിസ് പോയിൻറ്റ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ, ആ ജംഗ്ഷനിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം, അതിൻ്റെ ഫേറ്റ് എന്തായിരിക്കും, അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യോ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യോ, രണ്ട് ഡയറക്ഷനിലേക്കും ഒരേപോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ രണ്ട് ഡയറക്ഷൻ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ മീനിങ് അങ്ങനെ വരയ്ക്കാൻ പറ്റാത്ത കാരണം അതിൻ്റെ മീനിങ് എന്തായിരിക്കും, രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണാനില്ല. ഓക്കെ, ഒരേ സമയം ഒരു ചാർജിന് രണ്ട് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതായി നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ഫീൽഡ് ലൈൻസ് ഡെൻസിറ്റി ഗീവ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. അതായത് ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ഫീൽഡ് ലൈനുകളിലെ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ പെർ വോളിയം, ആ ഡെഫിനിറ്റ് യൂണിറ്റ് വോളിയത്തിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, അതാണ് ഈ ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് യൂണിറ്റ് വോളിയത്തിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസുകളുടെ എണ്ണം. അത് സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തൊക്കെയാണ് തരുന്നത്, നേച്ചർ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത്തിനെ കുറിച്ചുള്ള ഡാറ്റയും ഈ ഫീൽഡ് ലൈൻസ് തരുന്നുണ്ട്. കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരു +Q ചാർജ് നമ്മളിങ്ങനെ വയ്ക്കാം. ഇതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. കണ്ടൻസ് ചെയ്ത് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മളൊരു യൂണിറ്റ് വോളിയം, അതായത് 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ ബ്രെഡ്ത്ത്, 1 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ക്യൂബിക്കൽ വോളിയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇതിനുള്ളിൽ കൂടെ ഇപ്പോൾ എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്, 1 2 3 4. നമ്മൾ ഇതേ ക്യൂബ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഡിസ്റ്റൻസ് നീങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വയ്ക്കുക. ഇതിനുള്ളിൽ കൂടെ കടന്നു പോകുന്നത് 2 ഫീൽഡ് ലൈൻസ്. സോ ഈ അടുത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ ഫോഴ്സ് കൂടുതലായിരിക്കും. ശരിയല്ലേ, ഒരു ചാർജിൻ്റെ അടുത്തേക്ക് പോകും തോറും ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂം എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതോ ഡിസ്റ്റൻസ് നീങ്ങിപ്പോയപ്പോൾ വാല്യൂ എന്തായിട്ട് വന്നു, കുറഞ്ഞു വന്നു. അവിടെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കുറവാണ്. സോ യൂണിറ്റ് വോളിയത്തിൽ കൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ഇവിടെ കൂടുതലായ കാരണം ഇവിടെ ഫോഴ്സ് കൂടുതലായിരിക്കും, ഇവിടെ ഫോഴ്സ് കുറവായിരിക്കും. സോ ദിസ് ഈസ് മെൻ by this property. Okay, next one, tangent at a given point in a line gives the direction of the force. ഒരു ഫീൽഡ് ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ പോയിന്റിലത്തെ
ഈ പോയിന്റിൽ ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ഡെഫിനിറ്റ് പോയിന്റിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാണിക്കണം. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാൻജൻറ്റ് വരയ്ക്കുക. ആ ഡയറക്ഷനിലായിരിക്കും എന്ത് വരിക, അവിടുത്തെ ഫോഴ്സ് വരിക. ഇവിടെയാണെങ്കിലോ ഇവിടെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെയായിരിക്കും. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ. സോ ഓരോ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യുക, ടാൻജൻറ്റ് വരയ്ക്കുക. ആ ടാൻജൻറ്റിൽ കൂടി ആയിരിക്കും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഫിക്സ്ഡ് വൺ. ഇനി യൂണിഫോം ഫീൽഡിൽ ലൈൻസ് ആർ പാരലൽ. യൂണിഫോം ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ യൂണിഫോം ഫീൽഡ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ടെസ്റ്റ് ചാർജ് വെച്ച് നമ്മൾ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എല്ലാ പോയിന്റിലും എന്തായിരിക്കും, ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിനെയാണ് നമ്മൾ യൂണിഫോം ഫീൽഡ് എന്ന് പറയുന്നത്. അറ്റ് എവരി പോയിന്റ് ദ ഫോഴ്സ് ഈസ് സെയിം. അങ്ങനെയുള്ള ഫീൽഡിനെയാണ് നമ്മൾ യൂണിഫോം ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ യൂണിഫോം ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഫീൽഡ് ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആക്കി പാരലലാക്കി നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. സോ ഒരു ബണ്ടിൽ ഓഫ് ലൈൻസ് ആയിരിക്കും. എല്ലാ ലൈനുകളും ഒന്നൊന്നിനോട് എന്തായിരിക്കും, ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും, പാരലലും ആയിരിക്കും. ഇതാണ് യൂണിഫോം ഫീൽഡിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ കണ്ടു എന്താണ്, നമ്മൾ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈവേർട്ട് ചെയ്ത് പോകുമായിരിക്കും. രണ്ട് ചാർജ് വെച്ച് കഴിഞ്ഞാൽ കർവ്ഡ് ഫോം ആയിരിക്കും. ഒരിക്കലും പാരലലായിട്ട് എപ്പോഴും വരില്ല. സോ പാരലലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ പോയിന്റിലും ഫോഴ്സ് സെയിം ആയിരിക്കും. അതാണ് 6th പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസിൽ കൂടെ നോർമലായി കടന്നു പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ത്രൂ എ ഗിവൺ സർഫസ്. ഒരു സർഫസിൽ കൂടെ നോർമലായി കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്, ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്. സോ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയുമ്പോൾ തന്നെ എന്തുണ്ട്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഫ്ലക്സിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ത്രൂ എ സർഫസ്, നോർമലായി തന്നെ കടന്നു പോകണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇതാണ് എന്ത്, ദ സർഫസ് എഫ്. ഏരിയനെ, ആ സർഫസിൻ്റെ ഏരിയനെ നമ്മൾ എഫ് എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. എഫിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ടോട്ടൽ ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്നുള്ള ലെറ്റർ, ഇത് ഗ്രീക്ക് ലെറ്ററാണ്, ഫൈ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡെഫിഗ്നേഷൻ കൊടുക്കുന്നത്. ഇനി സപ്പോസ് ഈ സർഫസ് ചെരിഞ്ഞിട്ടായിരിക്കണമെന്ന് വിചാരിക്കുക, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് നോർമലല്ല, ഈ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് നോർമലല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സർഫസ് ഡി എഫ് ചെറിയ ഏരിയയാണ്. ഡി എഫ് സർഫസിൽ കൂടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഡി എഫ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ സാധനം ചെരിച്ച് വെക്കുകയാണെങ്കിൽ ആ സർഫസിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫിംഗർസ് കേൾ ചെയ്ത് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ആ പെർപെൻഡിക്കുലറാണ് ഇത് മീൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഡി എഫ് സർഫസിന് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലറാണ് ദിസ്. ഓക്കെ, അപ്പോൾ ഒരു സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ സർഫസിൻ്റെ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ ഫിസിക്സിൽ കൊടുക്കാറുണ്ട്. സോ ഏരിയ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അറിയാലോ, ലെങ്ത് ഇൻറ്റു ലെങ്ത്, ദർ ഇസ് നോ ഡയറക്ഷൻ ഫോർ ഇറ്റ്. പക്ഷേ ഫിസിക്സിൽ പല കേസസിലും നമ്മൾ ഏരിയനെ നമ്മൾ വെക്ടറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാണ് അപ്പോൾ വെക്ടർ ഡയറക്ഷൻ നമ്മൾ എടുക്കുക, ആ ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ഇൻറ്റു ലെങ്ത്ത്, സെൻറ്റിമീറ്റർ സ്ക്വയറിലോ മീറ്റർ സ്ക്വയറിലോ കിട്ടുന്ന അതിൻ്റെ നമ്പർ ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഏരിയയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇപ്പോൾ ഈ വൈറ്റ് ബോർഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇതിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പോൾ ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മൾ ഫിംഗർ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്താൽ മതി. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് കിട്ടും, ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കോ, രണ്ടും നമുക്ക് ഡയറക്ഷനായിട്ട് എടുക്കാം. ഇപ്പോൾ എഴുതാനെടുക്കുന്ന ഭാഗം ഇപ്പോൾ ഈ ഭാഗമാണ്, ബാക്ക് ഭാഗം നോൺ യൂസബിൾ അല്ലേ. സോ ഇതാണ് ഇതിൻ്റെ ഡയറക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. സോ അതാണ് ഈ ആരോ മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത്. സോ ആ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ, അപ്പോൾ ആ ഡയറക്ഷനിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറാണ് നമ്മൾ എന്ത് വരിക, ഇതിൽ ഫ്ലക്സ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ഇപ്പോൾ തീറ്റ ആംഗിളിലാണ് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീൽഡ് ലൈൻസിന് നമുക്കറിയാം ഈ ഫീൽഡ് ലൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും.
പാരലൽ കമ്പോണൻറ്റും പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും. അപ്പോൾ ഈ ഫീൽഡ് ലൈനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിസോൾവ് ചെയ്തു. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കോസ് തീറ്റ കമ്പോണൻറ്റ്, ഇതെന്ന് പറയുന്നത് സൈൻ തീറ്റ കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസിൻ്റെ കോസ് തീറ്റ കമ്പോണൻസിൻ്റെ നമ്പർ ആയിരിക്കും ഇങ്ങനെ ചെരിഞ്ഞ് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ കോസ് തീറ്റ എടുക്കുക, അതായിരിക്കും നോർമലായിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ. പക്ഷേ ഈ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ഇമാജിനറി ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കൊരിക്കലും നമ്പേഴ്സ് ഇങ്ങനെ എണ്ണി എടുക്കാനൊന്നും പറ്റില്ല. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേ ഈ ഒരു ചെറിയ ഏരിയ കൂടെയുള്ള ഫ്ലക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു D5 എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ ചെറിയ ഏരിയ അല്ലേ, ആ ചെറിയ ഏരിയ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് D5. ഡി എന്നുള്ള ലെറ്റർ സ്മോൾ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഡെൽറ്റ ഡി എന്നൊക്കെ വെച്ച് ഉദ്ദേശിക്കുന്നത്. D5 ദാറ്റ് ഈസ് ഈക്വൽ ടു E ഡോട്ട് DF. നമുക്കറിയാം ഒരു പോയിന്റിലത്തെ കുറച്ച് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ നമ്പർ ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. സോ നമ്പേഴ്സിനെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് ഇൻറ്റൻസിറ്റി E. സോ നമ്പേഴ്സ് എന്നതിനേക്കാളും ബെറ്റർ ആണ് എന്ത്, ആ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഹാൻഡ് ടു ഹാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പോയിന്റിലത്തെ ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്പറിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യാണ് എടുക്കുന്നത്, ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് എടുക്കുന്നത്. ഇന് പിന്നെ ഡി എഫിനെ ഇവിടെ വെക്ടർ ആയിട്ട് ഇട്ടിരിക്കുന്നത്, കാരണം ഏരിയ എന്തല്ല ഒരു വെക്ടർ അല്ല, പക്ഷേ ഇവിടെ എന്താണ് ഈ പെർപെൻഡിക്കുലറാണ് ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയയുടെ വാല്യൂ. അപ്പോൾ ഇതിനെ നമുക്കറിയാം ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലാർ ഡോട്ട് പ്രൊഡക്റ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു EDF കോസ് തീറ്റ. അപ്പോൾ നെറ്റ് ഫ്ലക്സ് കിട്ടണമെങ്കിലോ നെറ്റ് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ടോട്ടൽ ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. D5നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E ഡോട്ട് DF. ഇതാണ് നെറ്റ് ഫ്ലക്സ്. സോ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഫ്ലക്സ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ത്രൂ എ ഗിവൺ സർഫസ്. അത്രയേ ഉള്ളൂ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഫ്ലക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ന്യൂമറിക്കൽ ഇക്വേഷനും ഇങ്ങനെയായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാം? ഫ്ലക്സ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഗോസസ് ലോ വരുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഫ്ലക്സ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സെക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നന്നായി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ ദിസ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം, ഇലക്ട്രിക് ഡൈപോൾ. ഇത് കെമിസ്ട്രിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് മെൻ ബൈ എ ഡൈപോൾ? ഇലക്ട്രിക് ഡൈപോൾ is the arrangement of two equal and opposite charges at a given distance. They are separated by a distance. So equal and opposite charges separated by a distance. ഇതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, രണ്ട് ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, പോളാരിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒരാൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മറ്റേ ആൾ നെഗറ്റീവ് ആയിരിക്കണം. സോ ഒരു ഡൈപോളിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, +Q -Q. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഡി എടുക്കാം നമുക്ക്, ഡിസ്റ്റൻസ് ഡി എന്നുള്ളത്. പക്ഷേ യൂഷ്വലി നമ്മളിതിനെ 2a എന്നാണ് എടുക്കുക. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ 2a എന്നാണ് എടുക്കുക. എന്തുകൊണ്ട് 2a എടുത്തു? ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴും ഡൈപോളിൻ്റെ സെൻറ്റർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. സെൻറ്ററിൽ നിന്നും ഒരു ഡെഫിനിറ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് എപ്പോഴും എടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡി ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സെൻറ്റർ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് D/2 വരും, ഇങ്ങോട്ടേക്ക് D/2 വരും. കാൽക്കുലേഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ by2 വന്നിട്ടുള്ള കാരണം അത്ര വലിയ സുഖമില്ല. പക്ഷേ നമ്മൾ 2a ആണ് എടുക്കണമെങ്കിലോ, 2a ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a. അപ്പോൾ ഫ്രാക്ഷൻ ഇല്ലാതെ കറക്റ്റ് വാല്യൂ വെച്ച് വന്നു. അതുകൊണ്ടാണ് ഇവിടെ 2a എന്നെടുക്കുന്നത്. വാല്യൂ കൂടിയിട്ടൊന്നുമില്ല, ആ ഡിസ്റ്റൻസിന് നമ്മൾ ഡെഫിനേഷൻ കൊടുക്കുന്നത് 2a എന്നുള്ള സിമ്പിൾ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഒരു ഡൈപോളിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് ഗിവ് ദ സ്ട്രെങ്ത് ഓഫ് എ ഡൈപോൾ. ന്യൂമറിക്കലി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് എനി വൺ ചാർജ്
ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഡൈപോൾ മൊമെൻറ്റ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എഴുതാം. Dipole moment gives the strength of a given dipole and its value which is equal to the product of any one charge and the distance between them. So ഈ ഒരു കേസിൽ ഡൈപോൾ എന്തായിരിക്കും, ഡൈപോളിനെ നമ്മൾ പി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഡൈപോൾ അല്ല, ഡൈപോൾ മൊമെൻറ്റ് പി ഇതൊരു വെക്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യൂ, between the distance between them is 2a, so നമുക്ക് അതിനെ 2aq എന്ന് എഴുതാം, ഡിസ്റ്റൻസ് ഇൻറ്റു ചാർജ്. അപ്പോൾ ഇവിടെ വിചാരിക്കും എ ക്യൂ അല്ലേ വരെ, എ ക്യൂ അല്ല, ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ 2a ആണ് വരിക. രണ്ട് ചാർജ് എടുക്കുന്ന ഒരൊറ്റ ചാർജ് എടുത്താൽ കാരണം രണ്ടിന് വാല്യൂ സെയിം ആണ്. ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് എന്ത് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിറക്ഷൻ എന്താണ്? ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എവിടെ നിന്നും എങ്ങോട്ടേക്കായിരുന്നു? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടേക്ക്. ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസിൻ്റെ ഓർ ഇൻറ്റൻസിറ്റിയുടെ. ഡൈപോൾ മൊമെൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലോട്ടേക്കാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വരിക. സോ ദ ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു ദ പോസിറ്റീവ് ചാർജ്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക? യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ചാർജിൻ്റെ യൂണിറ്റ് കുളുംബ്. സോ കുളുംബ് മീറ്റർ, സെൻറ്റിമീറ്റർ അല്ല, ക്യാപിറ്റൽ സി സ്മോൾ എം, കുളുംബ് മീറ്റർ ആണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ഇൻ്റെ യൂണിറ്റ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ് എഫ് ബൈ ക്യൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ കുളുംബ് ഇൻവേഴ്സ് ആണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. സിമിലർലി ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എഫ് എന്ന് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ കുളുംബ് ഇൻവേഴ്സ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളുംബ് റേസ് ടു -1 ആണ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വരിക. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കുളുംബ് മീറ്റർ ആണ് വരിക. സോ ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ.